ഹൈഡ്രാ ഫേഷ്യൽ വളരെ ചിലവ് കുറഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ 300 രൂപയ്ക്ക് ചെയ്യാം, 500 രൂപയ്ക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്ളോഗേഴ്സിന്റെ ആഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ പോകുന്നവരാ പലരും. വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ ചെയ്യാമല്ലോ, ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ട, നമുക്ക് വളരെ ചീപ്പായിട്ട് തന്നെ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയിട്ട് സ്കിന്നിനെ ഡാമേജ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലയൻസ് എനിക്ക് വരുന്നുണ്ട്. അപ്പം ഞാനൊരു വീഡിയോ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഹൈഡ്രാ ഫേഷ്യൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ച്വൽ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നന്നായിട്ടും വളരെ ജെന്യുവൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു ഗുണം തന്നെ തരും. എന്നാൽ തെറ്റായ പ്രോഡക്ട്സോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ സ്കിന്ന് അനലൈസ് ചെയ്യാണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഗുണത്തിന് പകരം വളരെയധികം നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം മോശമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കായിരിക്കും നിങ്ങളുടെ മുഖം എത്തപ്പെടുക. അതുകൊണ്ട് റേറ്റ് നോക്കി അല്ല ഹൈഡ്രാ ഫേഷ്യൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. എപ്പോഴും അതൊരു കൃത്യമായിട്ട് ഒരു കോസ്മെറ്റോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു നല്ല ഒരു നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൺസേൺ ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് തിരക്കി പോകുന്ന ഒരു ഡോക്ടറുടെ ഒരു ഉറപ്പോട് കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പാണ്, നിങ്ങൾക്ക് എന്ത് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന അറിവോട് കൂടി മാത്രം ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുക. പല മുഖക്കുരു ഉള്ള ആളുകളും ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, മുഖക്കുരുവിൽ നമുക്കൊരിക്കലും ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാൻ പാടില്ല. കാരണം മുഖക്കുരു ഉള്ളവർ എപ്പോഴും മുഖക്കുരു സെറ്റിലായതിനു ശേഷം മാത്രമേ എന്ത് ഫേഷ്യൽസും ചെയ്യാൻ പാടുള്ളൂ. കാരണം മുഖക്കുരുവിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് മാത്രം എടുക്കുക. ഒരു കാരണവശാലും അവിടെ ഹൈഡ്രാ ഫേഷ്യലിന്റെ പ്രോബ്സ് എന്തെങ്കിലും ഇട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം കൂടുതൽ തന്നെ ചെയ്തു. അതുകൊണ്ട് ഹൈഡ്രാ ഫേഷ്യലിന് നിങ്ങൾ റേറ്റ് നോക്കി പോവാതെ ഏറ്റവും നല്ല ഒരു കോസ്മെറ്റോളജിസ്റ്റിന്റെയോ ഒരു എസ്തെറ്റിക് ഫിസിഷ്യന്റെയോ ഗൈഡൻസോടുകൂടി തന്നെ നിങ്ങളത് ചെയ്യുക.